മുസ്ലിം സംഘടനകളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമിടയിൽ ബുർഖ നിരോധന നിയമവുമായി സ്വിറ്റ്സർലൻഡ് മുന്നോട്ട്. പൊതുസ്ഥലത്ത് മുഖാവരണം നിരോധിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വരുത്തിയാണ് 2025 സ്വിറ്റ്സർലൻഡ് കാലെടുത്തു വെക്കുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് സ്വിറ്റ്സർലൻഡ് 2022 അംഗീകരിച്ച നിയമമാണ് പ്രാബല്യത്തിൽ വരുന്നത്. നിയമം ലംഘിച്ച് മുഖാവരണം ധരിച്ചാൽ 1000 സ്വിസ് ഫ്രാങ്ക്സ് അഥവാ ഏകദേശം 95,000 ഇന്ത്യൻ രൂപ പിഴയടക്കേണ്ടി വരും. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും മുമ്പ് പൊതുജനങ്ങൾക്ക് അതിൽ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവസരം നൽകുന്ന രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ബുർക്കയടക്കം മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങൾക്കെതിരെ ചർച്ചകൾ ഉയർന്നതിനു പിന്നാലെ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നു. ഹിതപരിശോധന നടന്നപ്പോൾ 51.2% ആളുകൾ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 48.8% പേരാണ് ബുർഖ നിരോധനത്തെ എതിർത്തത്. സ്വിസ് വലതുപക്ഷ പാർട്ടിയായ SVP അഥവാ സ്വിസ് പീപ്പിൾസ് പാർട്ടിയാണ് മുഖാവരണങ്ങൾ നിരോധിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചത്. തീവ്രവാദത്തെ തടയുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് SVP ഹിതപരിശോധന ആവശ്യപ്പെട്ടത്. മുസ്ലിം, ഇസ്ലാം തുടങ്ങിയ പദങ്ങളൊന്നും ഹിതപരിശോധനയിൽ പരാമർശമുണ്ടായിരുന്നില്ല. പൊതു ഇടങ്ങളിൽ മുഖം മറയ്ക്കുന്നത് സുരക്ഷാ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു എല്ലാവിധ മുഖാവരണങ്ങൾക്കും വിലക്കേർപ്പെടുത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത് ബുർഖ ബാൻ എന്ന പേരിലാണ് പ്രചാരം നേടിയത്. ഹിതപരിശോധന തള്ളണമെന്ന് നേരത്തെ ജനങ്ങളോട് സ്വിസ് സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു. സ്ത്രീകൾ എന്താണ് ധരിക്കേണ്ടതെന്നും ധരിക്കാതിരിക്കേണ്ടതെന്നും രാജ്യം തീരുമാനിക്കേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞാണ് ഹിതപരിശോധനയെ സർക്കാർ എതിർത്തത്. വിനോദസഞ്ചാര മേഖലയെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും സ്വിസ് സർക്കാരിനുണ്ടായിരുന്നു. ഗൾഫിൽ നിന്നടക്കം നിരവധി മുസ്ലിം വിനോദസഞ്ചാരികൾ എത്താറുള്ള രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. എന്നാൽ 2023 സെപ്റ്റംബറിൽ സ്വിറ്റ്സർലൻഡ് സർക്കാർ ബുർഖ നിരോധനത്തിൽ അന്തിമ നിയമനിർമ്മാണം നടത്തി. തുടർന്ന് 2025 ജനുവരി 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരികയും ചെയ്തു. 2009 പള്ളി മിനാരങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെയും സ്വിസ് പീപ്പിൾസ് പാർട്ടിയുടെ ആവശ്യമനുസരിച്ച് ഹിതപരിശോധന നടത്തിയിരുന്നു. സർക്കാരിന്റെ അഭിപ്രായത്തിനെതിരായി അന്നും ജനങ്ങൾ സ്വിസ് പീപ്പിൾസ് പാർട്ടിയുടെ ആവശ്യത്തിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. നിലവിൽ വന്ന ബുർഖ നിരോധന നിയമപ്രകാരം പൊതു ഇടങ്ങളിൽ മൂക്കോ വായോ കണ്ണോ മറയ്ക്കാൻ പാടില്ല. ഇത് ആളുകൾക്ക് പ്രവേശനമുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. എന്നാൽ വിമാനങ്ങൾ, മറ്റ് രാജ്യങ്ങളുടെ കോൺസുലേറ്റുകൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ നിയമത്തിന് ഇളവുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും മുഖാവരണം ധരിക്കാൻ അനുമതിയുണ്ട്. കാലാവസ്ഥ മോശമായാലും പരസ്യങ്ങൾക്കും മറ്റ് കലാസൃഷ്ടികൾക്കും മുഖം മറയ്ക്കുന്നതിന് ഇളവുണ്ട്. 8.6 ദശലക്ഷം വരുന്ന സ്വിറ്റ്സർലൻഡിലെ ജനസംഖ്യയുടെ 5% മുസ്ലിങ്ങളാണ്. തുർക്കി, ബോസ്നിയ, കൊസാവോ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് ഇവരിലധികവും. മുസ്ലിം സംഘടനകൾക്കൊപ്പം ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള മനുഷ്യാവകാശ സംഘടനകളും ബുർഖ നിരോധനത്തിനെതിരെ രംഗത്തു വന്നിരുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവുമടക്കം സ്ത്രീകളുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന അപകടകരമായ നയം എന്നാണ് നിരോധനത്തിനെതിരെ പുറത്തുവിട്ട പ്രസ്താവനയിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടിയത്. ഇതാദ്യമായല്ല ഒരു രാജ്യം ബുർഖ നിരോധനവുമായി രംഗത്തെത്തുന്നത്. നിലവിൽ 16 രാജ്യങ്ങളാണ് നിരോധനം നടപ്പാക്കിയിട്ടുള്ളത്. ടുണീഷ്യ, ഓസ്ട്രിയ, ഡെൻമാർക്ക്, ഫ്രാൻസ്, ബെൽജിയം, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ബൾഗേറിയ, കാമറൂൺ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗാബോൺ, നെതർലൻഡ്സ്, ചൈന, മൊറോക്കോ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇതിനകം ബുർഖ നിരോധനമുണ്ടായിരുന്നത്. ഫ്രാൻസ് ആണ് ആദ്യമായി നിഖാബ് അഥവാ മുഖാവരണത്തിന് നിരോധനം കൊണ്ടുവന്ന യൂറോപ്യൻ രാജ്യം.